Hi dears, welcome back to our channel. I am Ilhan. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ വെള്ളത്തിലൊക്കെ ചെടി വളർത്തുന്ന ആളുകളായിരിക്കും അല്ലേ. സാധാരണ ചെടികൾ വെള്ളത്തിൽ വളർത്താൻ വളരെ എളുപ്പമാണ്, ലോ മെയിൻ്റനൻസ് ആണ്. അതുകൊണ്ട് എല്ലാ വീട്ടിലും തന്നെ ഒരു ചെറിയ ബോട്ടിലോ ചെറിയ ബൗളിലൊക്കെ ഒരു മണി പ്ലാന്റോ ഒരു ലക്കി ബാമ്പോ എങ്കിലും ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വെറുതെ വെള്ളത്തിൽ ചെടി വളർത്തുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെടികൾ വെള്ളത്തിൽ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെടികൾ വെള്ളത്തിൽ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ചെടികളാണ് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ കഴിയുന്നത്, അങ്ങനെയുള്ള വാട്ടർ ഗ്രോയിങ് പ്ലാന്റ്സിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കിയേക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നതാണ്. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിലെ ഹോർലിക്സോ ബോൺവിറ്റൊക്കെ വരുന്ന ടാങ്കൊക്കെ വരുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് പെബിൾസ് ആണ്. ഇത് കുറച്ച് വലിയ കല്ലുകളാണ്. ഇത്രയും വലിയ കല്ല് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ പെബിൾസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കല്ലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കല്ലെടുത്തത്. അപ്പോൾ ഈ പെബിൾസ് ഞാൻ ഈ ഒരു ബോട്ടിലിനകത്തേക്ക് കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അക്വേറിയത്തിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബോട്ടിലിൻ്റെ ഒരു പകുതിയോളം ഞാൻ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചില്ലുകുപ്പിയുടെ പുറത്തൂടെ ഇങ്ങനെ ഈ സ്റ്റോൺസ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ ഇതിൽ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അഗ്ലോണിമ, ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്നൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേരൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിൽ ചെടി ഇട്ട് വെക്കാനായിട്ട്. ഇതിൻ്റെ വേരെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ ബോട്ടിലിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള സ്റ്റോൺസ് കൂടെ ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ വെറുതെ ഒരു ചെടി ഈ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുമ്പോൾ ചെടി ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോവും, അല്ലെങ്കിൽ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയൊക്കെ പോവും. അങ്ങനെ ഒന്നും പോവാതിരിക്കാനായിട്ട് ഈ പെബിൾസ് ഇടുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം തീരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്തതായിട്ട് ഈ ഒരു ഗ്ലാസ് ജാറിലാണ് നമ്മൾ ചെടി വെക്കുന്നത്. ചെറിയൊരു ഗ്ലാസ് ജാറാണ്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ചെറിയ ഗ്രാവൽസ് ആണ്. മിക്സഡ് കളറിലുള്ള ഗ്രാവൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കളറൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പല കളർ നമുക്ക് എടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരേ കളറിലുള്ള ഗ്രാവൽസോ അങ്ങനെ ഏത് വേണേലും നമുക്ക് എടുക്കാം. ഇതൊക്കെ നമുക്ക് ഈ അക്വേറിയത്തിൻ്റെ ഷോപ്പിലോ അല്ലെങ്കിൽ ചെടികൾ വിൽക്കുന്ന നഴ്സറിയിലോ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ജാറിലേക്ക് ഞാൻ സിങ്കോണിയം ആരോഹെഡ് പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു തൈയാണ്. ഇതിൻ്റെ റൂട്ട്സ് കുറച്ചധികം വളർന്ന് നീണ്ടിട്ടുള്ളതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂട്ട്സ് കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ചെടി നന്നായിട്ട് തന്നെ വീണ്ടും വളർന്നു വന്നോളും. അപ്പം നമ്മൾ പ്ലാന്റ് അതിലേക്ക് വെച്ചതിന് ശേഷം ബാക്കി ഗ്രാവലും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രാവൽ ഇട്ട് വെക്കുമ്പോൾ ചെടി അതിൽ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും, ചാഞ്ഞും ചെരിഞ്ഞൊന്നും വീഴത്തൊന്നുമില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ചെടി ഈ ഒരു ജാറിൽ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രിക്സ് പീസസ് ആണ്. അതായത് ചുവന്ന ഇഷ്ടിക ഉണ്ടല്ലോ, ചുവട് ഇഷ്ടിക എന്നൊക്കെ നമ്മൾ പറയുന്ന അത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള പീസസാണിത്. ഇത് നമുക്ക് ചെടികളൊക്കെ വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. അപ്പം ഞാനൊരു വേറൊരു ഗ്ലാസ് ജാറിനകത്തേക്ക് ഈ ഇഷ്ടികയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ലക്കി ബാമ്പുവിൻ്റെ ഒരു ചെറിയ 2 തൈകളാണ്. ആ തൈകൾ ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം
നമുക്ക് ബാക്കി ഇഷ്ടികയുടെ ബാക്കി പീസും കൂടെ ഇട്ട് ഇത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇഷ്ടികയുടെ ആ ഒരു റെഡ് കളറും ഈ ചെടിയുടെ ഒരു ഗ്രീൻ കളറും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു മീഡിയമാണ് ഈ ഒരു ഇഷ്ടിക എന്ന് പറയുന്നത്. ചെടി ഇതിനകത്ത് നന്നായിട്ട് വളരുകയും ചെയ്യും. അടുത്തതായിട്ട് ചെറിയൊരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ബോട്ടിൽ, ചോക്കോ ബട്ടറിൻ്റെ ഒരു ബോട്ടിലാണിത്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ചാർക്കോളാണ്. ചാർക്കോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് കരി വീട്ടിൽ കത്തിച്ചെടുക്കാം. ഈ ഒരു ചാർക്കോൾ ചെടികൾ വളരാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഓർക്കിഡൊക്കെ വളർത്താനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ചാർക്കോൾ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സാറ്റിൻ പോത്തോസ് അല്ലെങ്കിൽ സിൽവർ പോത്തോസിൻ്റെ ചെറിയ 2 കട്ടിങ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിങ്ങിന് അത്ര റൂട്ട്സ് ഒന്നും വന്നിട്ടുള്ളൊരു കട്ടിങ്ങൊന്നുമല്ല. നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഇതിനകത്തേക്ക് ഇടുമ്പോൾ ഇത് റൂട്ട്സൊക്കെ തന്നെ വന്നോളും. റൂട്ട്സ് ഇല്ലയെന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. പോത്തോസൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 കട്ടിങ്സ് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ 2 കട്ടിങ്സും വെച്ചതിന് ശേഷം ബാക്കി ചാർക്കോളും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് അത് ഫില്ല് ചെയ്യാം. അവസാനമായിട്ട് ഈ ഒരു ജാറിലാണ് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത്. ഇതിലേക്ക് എടുക്കുന്നത് ക്ലേ ബോൾസ് ആണ്, ലെക്ക എന്നൊക്കെ പറയും. ഇത് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇതുപോലെ തന്നെ ചെടി ഇറക്കി വെക്കാം. അപ്പോൾ ക്ലേ ബോൾസ് നമ്മൾ വളരെ നല്ല ഒരു പോട്ടിംഗ് മീഡിയം ആണ്. ക്ലേ ബോൾസ് മാത്രം മതി ചെടികൾ വളരാനായിട്ട്. മണ്ണും പോട്ടിംഗ് മിക്സും ഒന്നും ഇല്ലാതെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ചെടി വളരുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണേണ്ടവരൊന്ന് കണ്ടു നോക്കിയേക്കാം. ഇതിലേക്ക് ഞാൻ നമ്മുടെ ഗോൾഡൻ പോത്തോസാണ് എടുക്കുന്നത്. ഗോൾഡൻ പോത്തോസ് ഇല്ലാത്തൊരു കളി നമുക്കില്ല. ഈ ഒരു പോത്തോസ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 2 ചെറിയ കട്ടിങ്സ് അത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗവും കൂടെ നമുക്ക് ക്ലേ ബോൾസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തെടുത്തിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ച് അത് നിറയ്ക്കാം. സിമ്പിളാണ് ഇങ്ങനെ നമുക്ക് വെള്ളത്തിലെ ചെടികൾ വളർത്താനായിട്ട്. ഇനി നമുക്ക് ഇത് വാട്ടർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ചെടികളുടെ കട്ടിങ്സ് മുറിച്ചിട്ട് സ്റ്റെം കട്ടിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടികളാക്കാനും പറ്റും. വളരെ നല്ലൊരു മെത്തേഡാണ്. നമ്മളൊരു ചെടി കമ്പ് മുറിച്ച് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു ഡെക്കോർ ആയിട്ട് വെക്കുകയും ചെയ്യാം, ഒപ്പം ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കൂടി ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഈ ഒരു മെത്തേഡിനുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെള്ളത്തിൽ ചെടികൾ വളർത്തുന്ന ആളുകളാണെങ്കിൽ, വെറുതെ വെള്ളത്തിലാണ് നിങ്ങൾ ചെടികൾ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോ പോലും മിസ് ആവാതെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.